കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി തുടരുന്നു. മരുന്ന് വിതരണക്കാരുടെ സമരത്തിന് 6 ദിവസമായിട്ടും പരിഹാരമായില്ല. കളക്ടറുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. കുടിശ്ശിക തീർത്ത് നൽകുന്നത് വരെ മരുന്ന് വിതരണം ചെയ്യില്ലെന്നാണ് കമ്പനികൾ പറയുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, എന്തൊക്കെയാണ് ഇപ്പോൾ മരുന്നുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി? അജിൻഷാദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട മരുന്ന് വിതരണക്കാരുടെ സംഘടനയാണ് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ. ഈ സംഘടനയടക്കം 70ഓളം അംഗങ്ങൾ വരുന്ന ഈ സംഘടനയടക്കമാണ് ഇപ്പോൾ ഒരു മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സമരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഈ മാസം മാർച്ച് 5-ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ മരുന്ന് പ്രതിസന്ധിയും ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഈ സംഘടനകൾ, മരുന്ന് വിതരണക്കാരുടെ സംഘടനകൾ മാധ്യമങ്ങളെ അടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ആരോഗ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കത്തയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് മാർച്ച് 10 മുതൽ ഈ മരുന്ന് വിതരണക്കാരുടെ സംഘടന ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്. പ്രത്യക്ഷ സമരമല്ല, മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് 6-ാം ദിവസമാണ്. അതായത് ഈ മരുന്ന് വിതരണം മെഡിക്കൽ കോളേജ് ഫാർമസികളിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിവെച്ചിട്ട് ഇന്നേക്ക് 6-ാം ദിവസമാണ്. ഇതിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതുവരെ ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ടില്ല എന്നുള്ള ആരോപണവും ഈ മരുന്ന് വിതരണക്കാരുടെ സംഘടന ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലുള്ള 75 കോടി രൂപയാണ് ഈ മരുന്ന് വിതരണക്കാരുടെ വിവിധങ്ങളായിട്ടുള്ള മരുന്ന് വിതരണക്കാരുടെ സംഘടനയ്ക്ക് ലഭിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ തന്നെ 70ഓളം അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങൾക്കെല്ലാം കൂടി 75 കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കാരുണ്യ പദ്ധതിയിലടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാരിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ലഭിക്കേണ്ട തുക ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അടിയന്തരമായി ഈ സംഘടന ആവശ്യപ്പെടുന്നത് ഡിസംബർ വരെയുള്ള, കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള 50 കോടി രൂപയെങ്കിലും അടിയന്തരമായി ഈ സംഘടനയ്ക്ക് ലഭ്യമാക്കണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. വീണ്ടും മരുന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഈ സംഘടനയ്ക്ക് ഇല്ല, അല്ലെങ്കിൽ ഈ കേരളത്തിലെ മരുന്ന് വിതരണക്കാർക്ക് ഇല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായ 6-ാം ദിവസവും മരുന്ന് ലഭ്യമല്ല. ഫാർമസികൾ കോഴിക്കോട് നേരത്തെ തന്നെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലടക്കം ഫാർമസികളിലടക്കമുള്ള മരുന്നിൻ്റെ ലഭ്യതക്കുറവ്, അതിൽ രോഗികൾ വലയുന്നത്, അതൊക്കെ തത്സമയം മേഘ്ന തന്നെ കേരള വിഷൻ വേണ്ടി റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായി തുടരുകയാണിത്. ഇത് ഒരു വലിയ അർത്ഥത്തിലുള്ള പ്രതിസന്ധി ഏതൊക്കെ തരത്തിലാണ് നീങ്ങുന്നത്? കാരണം ഈ രോഗികൾ വലയുന്നു, പ്രത്യേകിച്ച് സാധാരണക്കാരായ രോഗികൾ വലയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായും അജിംഷാദ്, കോഴിക്കോട് ജില്ലയിലെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അത്രയധികം സാധാരണക്കാരും അതിസാധാരണക്കാരും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. മാത്രമല്ല, ഈ മരുന്ന് വിതരണക്കാരുടെ സംഘടന മരുന്ന് വിതരണം ചെയ്യുന്നത് ഈ ഡയാലിസിസ് പോലെയുള്ള ക്യാൻസർ രോഗങ്ങൾക്കടക്കമുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് അടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സംഘടനയാണ് ഇപ്പോൾ ഒരു പണിമുടക്കിലേക്കും അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്കും നീങ്ങുന്നത്. അങ്ങനെ സാധാരണക്കാർ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അടക്കം നമ്മൾ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുമ്പോൾ അടക്കം ഈ ഫാർമസികളിൽ മരുന്നില്ലാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇത് മുന്നേ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് കൃത്യമായിട്ട് 5 മരുന്നുകളുടെ ലിസ്റ്റ് എഴുതിയാൽ അതിൽ ഒരു മരുന്ന് മാത്രം ലഭിക്കുന്ന ഒരു അവസ്ഥ മെഡിക്കൽ കോളേജിൽ മുന്നേ തന്നെ തുടരുന്നുണ്ട്. നമ്മൾ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്ക്, അതായത് ഗുരുതര രോഗവുമായിട്ട് ആശുപത്രിയിൽ ചികിത്സിക്കാൻ എത്തുന്ന സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നു. പുറത്തെ ഫാർമസികളിൽ നിന്ന് മരുന്ന് വാങ്ങുമ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഇരട്ടി തുകയ്ക്കാണ് പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ ഗുരുതര രോഗവുമായിട്ട് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ചികിത്സിക്കാൻ ഒരു മാർഗമില്ലാതെ ചികിത്സ മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഈ ഒരു അവസ്ഥ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. സാധാരണക്കാരടക്കം വലിയ പ്രതിഷേധത്തിൽ നീങ്ങാൻ തന്നെയാണ് സാധ്യത. 6-ാം ദിവസം പിന്നിട്ടു. ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ ഫാർമസികളിൽ മരുന്ന് ലഭ്യമല്ല. ലഭ്യമായിട്ടുള്ള സ്റ്റോക്ക് വരെ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല, മെഡിക്കൽ കോളേജിലെ സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ മറ്റു സംഘടനകളും 31-ാം തീയതി മുതൽ ഈ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മരുന്ന് വിതരണക്കാരുടെ സംഘടന കഴിഞ്ഞ ദിവസം ഇന്നലെ ജില്ലാ കളക്ടറുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു. ഈ ചർച്ചയിലും ഒരു പരിഹാരം ഉണ്ടാവാതെ, അല്ലെങ്കിൽ ഒരു മനോഭാവം ജില്ലാ കളക്ടറിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ മരുന്ന് വിതരണക്കാരുടെ സംഘടന ആരോപിക്കുന്നത്. മാത്രമല്ല, ആരോഗ്യമന്ത്രിക്കടക്കം കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കത്തിൽ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. എന്താണ് ഈ ആരോഗ്യമന്ത്രി? കാരണം ഈ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഇതിനു മുമ്പും പല ഘട്ടങ്ങളിൽ സംസ്ഥാനത്ത് ഉയർന്ന ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് അത് രാഷ്ട്രീയ ആരോപണമാണ്, അല്ലെങ്കിൽ അതിനെ തിരസ്കരിച്ചുകൊണ്ടായിരുന്നു
ആരോഗ്യവകുപ്പും മന്ത്രിയും ഒക്കെ രംഗത്തെത്തിയിരുന്നത്. എന്താണ് ഈ പുതിയ പ്രതിസന്ധിയിൽ ആരോഗ്യവകുപ്പിൻ്റെ, പ്രത്യേകിച്ച് വീണ ജോർജിൻ്റെ പ്രതികരണം? അജിംഷാദ്, ഇതിൽ ഈ മരുന്ന് വിതരണക്കാരുടെ സംഘടന ഈ ആരോഗ്യമന്ത്രിയുമായിട്ട് മെയിൽ അയച്ചുകൊണ്ടും കത്തയച്ചുകൊണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിലൊരു മറുപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ആരോഗ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാമെന്നുള്ള ഒരു ഉടമ്പടിയിലാണ് ഇന്നലെ ഈ ചർച്ച, ജില്ലാ കളക്ടറുമായിട്ടുള്ള ചർച്ച പിരിയുന്നത്. ഇവർക്ക് ഈ 6 ദിവസമായി, അതായത് കഴിഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് ഈ ഒരു സമരം ആരംഭിക്കുന്നത്. ഇന്ന് 7-ാം ദിവസം പിന്നിടുന്നു. ഇതിൽ നിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിനിധി പോലും ഇവരോട് സംസാരിച്ചിട്ടില്ല, ഇവരുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ മരുന്ന് വിതരണക്കാരുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ പ്രധാനമായും പറയാനുള്ളത്, ഇങ്ങനൊരു സാഹചര്യം തുടരുകയാണെങ്കിൽ, അതായത് 75 കോടി രൂപ ലഭ്യമാക്കാനുണ്ട്. അതിൽ 50 കോടി രൂപയെങ്കിലും, അതായത് കഴിഞ്ഞ വർഷത്തെ തുക, കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള തുക 50 കോടി രൂപയെങ്കിലും ലഭ്യമാക്കിയില്ലെങ്കിൽ ഈ ഒരു സമരം തുടരുമെന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സമരം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. സാധാരണക്കാർ ഇപ്പോൾ തന്നെ പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഈ മരുന്നിന് ഇരട്ടി തുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഗുരുതരമായിട്ട്, അതായത് ഡയാലിസിസ് രോഗികളടക്കം ക്യാൻസർ പേഷ്യൻ്റ് അടക്കമുള്ള ആളുകൾക്ക് ഇതൊരു ചികിത്സ, മുന്നോട്ട് പുറത്തുനിന്ന് മരുന്ന് വാങ്ങാൻ സാഹചര്യമില്ലാത്ത ഒരുപാട് രോഗികളാണ് മെഡിക്കൽ കോളേജിനെ കൂടുതലായും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും മേഘ്ന മുരളിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി തുടരുകയാണ്. മരുന്ന് വിതരണക്കാരുടെ സമരം 6-ാം ദിവസം പിന്നിട്ടിട്ടും പരിഹാരമില്ല. കളക്ടറുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. കുടിശ്ശിക തീർത്തു നൽകുന്നതുവരെ മരുന്ന് വിതരണം ചെയ്യില്ല എന്നാണ് കമ്പനികൾ പറയുന്നത്. ഡയാലിസിസ്, കിഡ്നി രോഗം ബാധിച്ചവരും ഒപ്പം ക്യാൻസർ രോഗം ബാധിച്ചവരും അടക്കം ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരൊക്കെ വലയുകയാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരാണ് ഇതിൽ വലയുന്നത്. ആരോഗ്യവകുപ്പിനടക്കം കത്തുകൾ അയച്ചെങ്കിലും ഇതിൽ കൃത്യവും ക്രിയാത്മകവുമായൊരു മറുപടിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ജനങ്ങളുടെ പ്രതികരണവും ദൃശ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് മേഘ്ന മുരളി റിപ്പോർട്ട് നൽകുന്നത്, വിവരങ്ങൾ നൽകിയത്.